ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഏപ്രിൽ 2. അന്തസ്സുറ്റ നിയമ പോരാട്ടം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അധികാരങ്ങളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അനാവശ്യ ഇടപെടലുകളെ ചോദ്യം ചെയ്തുള്ള ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടതോടെ കേരളത്തിന്റെ നിയമ പോരാട്ടം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ ഭരണഘടനാ വ്യാഖ്യാനം അനിവാര്യമാണെന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്തും KB വിശ്വനാഥനും ഹർജി ഭരണഘടനാ ബെഞ്ചിന് കൈമാറിയത്. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളുടെ കാര്യത്തിൽ ഭരണഘടനാ വ്യവസ്ഥകളുടെ വ്യാഖ്യാനമെന്ന ഗൗരവമേറിയ ഇടപെടലിലേക്കാണ് കോടതി കടക്കുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള കേരളത്തിന്റെ ഹർജിയെ കോടതിയിൽ കേന്ദ്രം ശക്തമായി എതിർത്തിരുന്നു. കേരളത്തിന് അർഹമായ ധനവിഹിതം നൽകണമെങ്കിൽ പോലും സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിക്കണമെന്ന ധിക്കാരപരമായ നിലപാടും കേന്ദ്ര സർക്കാർ എടുത്തു. ഹർജി പിൻവലിച്ചാൽ മാത്രം പണം അനുവദിക്കാമെന്ന കേന്ദ്ര സമീപനത്തെ സുപ്രീം കോടതി തന്നെ തള്ളി. കോടതി ഇടപെടലിനെ തുടർന്ന് 13,608 കോടി രൂപ കേരളത്തിന് ലഭിക്കുകയും ചെയ്തു. ഭരണഘടനയിലെ 131, 293 അനുച്ഛേദങ്ങളുടെ വ്യാഖ്യാനമാണ് കേരളത്തിന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ബെഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളുമായുള്ള തർക്കങ്ങളിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നതാണ് 131 അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പാണ് 293 അനുച്ഛേദത്തിലൂടെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഈ അനുച്ഛേദത്തിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നടത്തുന്ന വ്യാഖ്യാനം ചരിത്രപരമാകുമെന്ന് തീർച്ച. കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി തുടങ്ങിയ സ്ഥാപനങ്ങളെടുത്ത വായ്പകളെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമായും ചോദ്യം ചെയ്യുന്നത്. ഒപ്പം 14-ാം ധനകമ്മീഷൻ കേരളത്തിന് അനുവദിച്ച ചില വിഹിതങ്ങൾ അധികമെന്ന് വ്യാഖ്യാനിച്ച് വെട്ടിക്കുറച്ച നടപടിയെയും ചോദ്യം ചെയ്യുന്നുണ്ട്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയെന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര നടപടികളെന്ന് വ്യക്തം. സംഘപരിവാറിന്റെ കേരള വിരുദ്ധ അജണ്ടയെ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായത്. മലയാളികൾ ദുരിതം അനുഭവിച്ചാലും ഇടതുപക്ഷ സർക്കാർ വെല്ലുവിളി നേരിടുന്നതിനെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ആഹ്ലാദത്തോടെ കണ്ടത്. കേന്ദ്രത്തിനെതിരായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെയും പരിഹസിക്കുകയും വിമർശിക്കുകയുമായിരുന്നു കോൺഗ്രസ് നേതൃത്വം. എന്നാൽ കോടതി ഇടപെടലിലൂടെ 13,608 കോടി രൂപ ലഭിച്ചതും ഹർജി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടതുമെല്ലാം സർക്കാരിന് നേട്ടമായി. കേരളത്തിന് അവകാശപ്പെട്ട 57,400 കോടി രൂപയാണ് പ്രതികാര മനോഭാവത്തോടെ മോദി സർക്കാർ വെട്ടിക്കുറച്ചത്. ഇതോടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്നും ഇടതുപക്ഷ സർക്കാരിനെതിരായി ജനവികാരം ഉയരുമെന്നുമാണ് BJPയും കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും ഒരേപോലെ പ്രതീക്ഷിച്ചത്. എന്നാൽ മികച്ച ധനമാനേജ്മെന്റിലൂടെ പ്രതിസന്ധിയെ ഇടതുപക്ഷ സർക്കാർ മറികടന്നു. കേരളത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ച സാധ്യമാക്കിക്കൊണ്ടാണ് സർക്കാർ പ്രതിസന്ധിയെ നേരിട്ടത്. 30,000 കോടിയോളമാണ് തനത് വരുമാനത്തിലെ വർധനവ്. നികുതി വരുമാനം, നികുതിയേതര വരുമാനം, GST, വിൽപ്പന നികുതി എന്നീ ഇനങ്ങളിലായി 13,866 കോടി രൂപ മുൻ വർഷത്തേക്കാൾ അധികമായി സമാഹരിക്കാൻ കേരളത്തിനായി. വിവിധ ഗ്രാൻറ്റുകളിലായി കേരളത്തിന് ലഭിക്കേണ്ട 15,951 കോടി രൂപ 2023-24 വർഷത്തിൽ കേന്ദ്രം നിഷേധിച്ചപ്പോഴാണ് അധിക വരുമാനത്തിലൂടെ സംസ്ഥാനം പിടിച്ചുനിന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ശമ്പളം മുടങ്ങി, ക്ഷേമ പെൻഷൻ മുടങ്ങി, ട്രഷറി പൂട്ടി തുടങ്ങിയ പ്രചാരണങ്ങളിലേക്ക് UDFും അവരുടെ മാധ്യമങ്ങളും കടന്നിരുന്നു. എന്നാൽ ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനുമെല്ലാം ഉറപ്പാക്കി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ്. മാർച്ച് മാസത്തിൽ മാത്രം 26,000 കോടി രൂപ ചെലവഴിച്ചു. മുൻ വർഷത്തേക്കാൾ 4,000 കോടി അധികം. ക്ഷേമ പെൻഷനായി രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് 26,378 കോടി രൂപയാണ്. 42 ലക്ഷം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ 350 കോടി അനുവദിച്ചു. ഈ സർക്കാരിൻ്റെ കാലത്ത് പദ്ധതിക്കായി ആകെ അനുവദിച്ചത് 2,795 കോടി രൂപയാണ്. അങ്കണവാടി ജീവനക്കാരുടെയും ആശാവർക്കർമാരുടെയും വേതനത്തിൽ 1,000 രൂപ വരെ വർധനവ് അനുവദിച്ചു. റബ്ബർ കർഷകർക്ക് കുടിശ്ശികയില്ലാതെ ഉൽപ്പാദന ബോണസ് വിതരണം ചെയ്തു. റബ്ബറിൻ്റെ താങ്ങുവില കിലോയ്ക്ക് 180 രൂപയാക്കി ഉയർത്തി. KSEBയുടെ നഷ്ടം നികത്താൻ 750 കോടിയും KSRTC, KTDFC, കേരള ബാങ്ക് എന്നിവയ്ക്കായി 412.5 കോടിയും അനുവദിച്ചു. സപ്ലൈകോയ്ക്കും 550 കോടി നൽകി. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും വികസന ക്ഷേമ ചെലവുകളിൽ ഒട്ടും കുറവ് വരുത്താതെയാണ് പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കേരളത്തിലെ ജനകീയ സർക്കാർ നീങ്ങുന്നത്.